എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സമയത്തെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും തന്നെ രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ വാച്ചിലോ ക്ലോക്കിലോ ഫോണിലോ ഒക്കെ നോക്കുന്ന ആദ്യത്തെ സാധനമാണ് സമയം എന്ന് പറയുന്നത്. എത്ര മണിക്ക് ഓഫീസിൽ പോകണം, എത്ര മണിയാകുമ്പോൾ തിരിച്ചു വരണം, എപ്പോൾ കഴിക്കണം തുടങ്ങിയ പല കാര്യങ്ങളും നമ്മൾ സമയത്തിൻ്റെ ബേസിസിൽ ചെയ്യാറുണ്ട്. പിന്നെ അതൊന്നും അല്ലാതെ നമ്മൾ സമയമില്ല, സമയം പോയി, സമയം തീർന്നു എന്നൊക്കെയുള്ള കോണ്ടെക്സ്റ്റുകളിൽ സമയം എന്നുള്ള ഈ വാക്കിങ്ങനെ വാരി വിതറാറുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ഇത് ഉപയോഗിക്കുമ്പോഴും എന്താണ് ഈ സമയം എന്നുള്ളതിനെപ്പറ്റി എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? സമയത്തെപ്പറ്റി എന്താണ് ഇത്ര ചിന്തിക്കാനെന്നുള്ളതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം. പക്ഷേ അങ്ങനെയല്ല. സമയത്തെക്കുറിച്ച് കുറച്ച് ആഴത്തിൽ തന്നെ ചിന്തിക്കാനുണ്ട്. സമയം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അങ്ങനെ വളരെ ഈസി ആയിട്ട് അറിയാവുന്ന ഒരു ഐഡിയ അല്ല. അത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. സമയത്തെക്കുറിച്ച് എല്ലാം എനിക്കറിയാം എന്ന് ആരെങ്കിലും നിങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് പച്ചക്കള്ളമാണ്. അവർക്ക് സമയത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയത്തില്ല എന്നുള്ളതാണ് സത്യം. ഇതൊക്കെ ഞാൻ പറയുന്ന സമയത്ത് എടാ നിനക്ക് എന്തെങ്കിലും അറിയാവുന്ന സമയത്തെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും വലിയ കാര്യമായ ഐഡിയ ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം. ഇത് എൻ്റെയോ നിങ്ങളുടെയോ ഒന്നും അറിവില്ലായ്മയുടെ മാത്രം പ്രശ്നമല്ല. നിങ്ങൾ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ ഫിസിസ്റ്റുകളുടെ ഒക്കെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാവും. എന്നാലും അവർക്ക് പറയാനുള്ള കാര്യങ്ങളും പൂർണ്ണമായിരിക്കില്ല, അല്ലെങ്കിൽ സമയത്തിൻ്റെ ഒരു പൂർണ്ണമായ ഐഡിയ നിങ്ങൾക്ക് തരാൻ അവർക്ക് സാധിക്കില്ല. കാരണം സമയത്തെ നമ്മൾ ഇതുവരെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. സമയം എന്താണ് എന്ന് നമ്മൾ ആളുകളോട് കൂടുതലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മൾ വാച്ചിൽ നോക്കി മനസ്സിലാക്കുന്നതാണ് സമയം എന്നുള്ളതായിരിക്കും മെജോറിറ്റി. പക്ഷേ ഇതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ഐഡിയ അല്ല. ഡെഫിനറ്റ്ലി നമ്മൾ വാച്ചിൽ നോക്കിയാണ് സമയം എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. എന്നാലും ഇതിലെന്തോ ഒന്ന് മിസ്സിംഗ് ഉണ്ട്. നമ്മൾ നേരെ തിരിച്ച് എന്താണ് വാച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും വാച്ച് എന്ന് പറയുന്നത് സമയം നോക്കുന്ന മെഷീനാണ് എന്ന് പറയും. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് ഈ രണ്ട് ഡെഫിനിഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ വാച്ചിനെ ഡെഫിനറ്റ്ലി നമുക്ക് അങ്ങനെ പറയാം, സമയം നോക്കാനുള്ള മെഷീൻ എന്ന് പറയാം. പക്ഷേ സമയത്തെ വാച്ചിൻ്റെ ടേംസിൽ ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. അവിടെ നിന്ന് നമുക്ക് ക്ലിയർ ആകുന്നത് സമയം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി എന്താണ് ഈ സമയം എന്നുള്ളതിനെപ്പറ്റി നമുക്കൊന്ന് അറിയാൻ ശ്രമിച്ചു നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് സമയം എന്താണെന്നുള്ളത് ഇന്നലെയൊന്നും ആളുകൾ ചിന്തിച്ച് തുടങ്ങിയ ഒരു കാര്യമല്ല. പണ്ട് മുതലേ ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഏൻഷ്യൻ്റ് ഈജിപ്തിലും ബാബിലോണിയയിലും ഒക്കെ സമയം എന്ന് പറയുന്നതിന് ഒരു സൈക്ലിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റായിട്ടാണ് ആളുകൾ കണ്ടുകൊണ്ടിരുന്നത്. പൊതുവെ ഈ പ്രകൃതിയിൽ കാണുന്ന റിതമിക് ആയിട്ടുള്ള സൈക്ലിക് ആയിട്ടുള്ള കാര്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്തിട്ട് താരതമ്യം ചെയ്തിട്ടാണ് അവർ സമയം എന്നുള്ളതിൻ്റെ ഒരു സെൻസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ സൂര്യൻ ഒരു സ്ഥലത്ത് ഒരു ദിക്കിൽ ഉദിച്ച് മറ്റൊരു ദിക്കിൽ അസ്തമിക്കുന്നു. ഇങ്ങനെ ഡെയിലി സൈക്ലിക്കായിട്ട് സംഭവിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിങ്ങനെ റിതമിക്കായിട്ട് സൈക്ലിക്കായിട്ട് സംഭവിക്കുന്നത് കൊണ്ട് ആ ഒരു കാര്യത്തെ, ആ ഒരു പ്രതിഭാസത്തെ എടുത്തുകൊണ്ട് നമ്മൾ ഡേ എന്ന് പറയുന്ന ആ ഒരു അളവിലേക്ക് എത്തുന്നു. അപ്പോൾ ഇത് ഞാനീ പറഞ്ഞതുപോലെ ബാബിലോണിയയിലും ഈജിപ്തിലും ഒക്കെ ഉണ്ടായിരുന്ന കോൺസെപ്റ്റുകളുമായിട്ട് വളരെയധികം ഒത്തുചേർന്ന് പോകുന്ന, അല്ലെങ്കിൽ ഇതാണ് സമയം എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് അവർ എത്തിച്ചേർന്നിരുന്നു. എന്നാൽ ഇതും സമയത്തിൻ്റെ ഒരു പൂർണ്ണതയെ കാണിക്കുന്നില്ല. സമയം എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ക്വസ്റ്റ് എന്ന് പറയുന്നത് അന്നും ഉണ്ടായിരുന്നു. നമ്മൾ ഈജിപ്തിൽ നിന്ന് മാറി ഗ്രീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ ഗ്രീക്ക് ഫിലോസഫേഴ്സൊക്കെ, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ തുടങ്ങിയ ഫിലോസഫേഴ്സൊക്കെ സമയത്തെക്കുറിച്ച് വളരെയധികം ഗാഢമായിട്ട് ചിന്തിച്ചിരുന്ന ആൾക്കാരാണ്. ഫിലോസഫറായ പ്ലേറ്റോ സമയത്തെ വിളിച്ചിരുന്നത് മൂവിങ് ഇമേജ് ഓഫ് ഇറ്റേണിറ്റി എന്നൊക്കെ ആയിരുന്നു. പിന്നെ അതല്ലാതെ അരിസ്റ്റോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അരിസ്റ്റോട്ടിൽ സമയത്തെയും മാറ്റത്തെയും വളരെയധികം കോറിലേറ്റ് ചെയ്താണ് കണ്ടുകൊണ്ടിരുന്നത്. അതായത് മാറ്റത്തിൻ്റെ ഒരു അളവാണ് സമയം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സമയത്തെ ഡിഫൈൻ ചെയ്തത്. മാറ്റം ഇൻ ദ സെൻസ് മോഷൻ, അല്ലെങ്കിൽ വസ്തുക്കളുടെ ചലനം, അല്ലെങ്കിൽ മറ്റ് പല ഇവൻറ്റ്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളുമായിട്ട് ചേർത്ത് വെച്ചാണ് സമയത്തെ കണ്ടിരുന്നത്, അഥവാ മാറ്റത്തിൻ്റെ ഒരു അളവായിട്ടാണ് സമയത്തെ കണ്ടിരുന്നത്. ഇനി ഇതല്ലാതെ നമുക്ക് ഹിന്ദു കൾച്ചറിലേക്കും ബുദ്ധിസ്റ്റ് കൾച്ചറിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കൾച്ചറുകളിലൊക്കെ സമയം എന്ന് പറയുന്നതിനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സൈക്ലിക് കോൺസെപ്റ്റായിട്ടാണ് കണ്ടിരുന്നത്. കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് പറഞ്ഞാൽ കാലചക്രങ്ങളായിട്ടാണ് കണ്ടിരുന്നത്. ഹിന്ദുയിസത്തിലൊക്കെ പല യുഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇതെല്ലാം സൈക്ലിക്കായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന് തുടങ്ങി മറ്റൊന്നിൽ അവസാനിക്കുന്നു, അവിടുന്ന് പിന്നെയും ഒന്നിൽ വന്ന് തുടങ്ങുന്നു. അങ്ങനെ സൈക്ലിക്കായിട്ട് പോകുന്ന ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. ഇതിനോടനുബന്ധിച്ച് അവർ ഹിന്ദു ദൈവങ്ങളുടെ റീഇൻകാർണേഷൻ അഥവാ അവതാരങ്ങൾ ഒക്കെ ബന്ധപ്പെടുത്തി അങ്ങനെ ഒരു മിത്തോളജി തന്നെ ഇതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെയുണ്ട്. ഹിന്ദു ദൈവമായ വിഷ്ണുവിൻ്റെ അവതാരമാണ് ഇതുമായിട്ട് മിക്കവാറൊക്കെ കോറിലേറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മറ്റ് കൾച്ചറുകളിലും ബുദ്ധിസത്തിലും ഏകദേശം ഒരു കാലചക്രം എന്നുള്ള രീതിയിലായിരുന്നു കണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അറിവുകൾ നമുക്ക് പണ്ടുണ്ടായിരുന്നു. ഇതല്ലാതെ കുറച്ചുകൂടെ മോഡേൺ ടൈംസിലേക്ക് വന്നു കഴിഞ്ഞാൽ സമയത്തെക്കുറിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുന്നത് സർ ഐസക് ന്യൂട്ടൺ ആയിരുന്നു.
അതെ, സയൻറ്റിഫിക് ലോകത്തെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഏറ്റവും മഹാനായിട്ടുള്ള സയൻറ്റിസ്റ്റാണ് സർ ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടൺ കഴിഞ്ഞേ വേറെ ആരും വരൂ, അതിനെക്കുറിച്ച് നിങ്ങൾ തർക്കിക്കാൻ വരണ്ട. അപ്പോൾ എന്തായാലും അങ്ങനെ ഐസക് ന്യൂട്ടനാണ് ഇങ്ങനെ ഒരു കാര്യം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് സമയം എന്ന് പറയുന്നത് ഒരു മുന്നോട്ടൊഴുകുന്ന ഒരു നദി പോലെയാണ്. അതിന് എങ്ങോട്ടും ഡീവിയേഷൻസ് ഇല്ല. അത് സമയത്തെ അറിയുന്ന ആളുകളുമായിട്ട് യാതൊരു രീതിയിലും അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് ഇങ്ങനെ നേരെ തന്നെ ഒഴുകിപ്പോകുന്നു, മറ്റൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ. അങ്ങനെ ഒരു കാഴ്ചപ്പാടായിരുന്നു ന്യൂട്ടന് സമയത്തെക്കുറിച്ചുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെയുള്ളൊരു ഫോർവേഡ് ഫ്ലോ ചെയ്യുന്ന സമയത്തിൻ്റെ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഇന്നത്തെ ക്ലാസിക്കൽ ഫിസിക്സിന് ആക്ച്വലി അടിസ്ഥാനമായിട്ട് മാറുന്നത്. പക്ഷേ ഇതും പൂർണ്ണമായിട്ടുള്ള ഒരു അറിവ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സമയം എന്ന് പറയുന്നതിനെക്കുറിച്ച് അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിലും ഇതിങ്ങനെ ആണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പലപ്പോഴും ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നു. ആ സംശയം ആക്ച്വലി ഇരട്ടിപ്പിച്ചത്, അല്ലെങ്കിൽ അത് കൂടുതൽ ശരിയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത് ഐൻസ്റ്റൈൻ്റെ വരവിന് ശേഷമാണ്. യെസ്, തോട്ട് എക്സ്പെരിമെൻറ്റുകളുടെ രാജാവ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാവുന്ന ശാസ്ത്രലോകത്തെ തന്നെ വേറൊരു ടൈറ്റനാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ റിലേറ്റിവിറ്റിയിൽ സമയം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന ഡയമെൻഷനായിട്ട് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അതായത് സ്പേസ് ടൈം എന്ന് പറയുന്നത് ഒരു ഒറ്റ എൻറ്റിറ്റിയാണ്. സ്പേസും ടൈമും ഒന്നും സെപ്പറേറ്റ് അല്ല, അതെല്ലാം ചേർന്ന് ഒരു ഒറ്റ എൻറ്റിറ്റിയാണ്. സ്പേസിന് 3 കോർഡിനേറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഡയമെൻഷനാണ് സമയം എന്നുള്ള രീതിയിൽ. സ്പേസ് ടൈമിൻ്റെ ബെൻഡിങ് അല്ലെങ്കിൽ കർവേച്ചറാണ് ഗ്രാവിറ്റി എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് തന്നെയാണ് ഐൻസ്റ്റൈൻ്റെ തിയറിയിൽ പറയുന്നത്. ഐൻസ്റ്റൈൻ്റെ തിയറി അനുസരിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ സമയം എന്ന് പറയുന്നത് റിലേറ്റീവാണ് എന്നുള്ളതാണ്. ന്യൂട്ടൻ്റെ തിയറി അനുസരിച്ച് സമയം എന്ന് പറയുന്നത് ഇങ്ങനെ ഒഴുകിപ്പോകുന്ന, മുന്നോട്ട് പോകുന്ന ഒരു സാധനം മാത്രമാണ്. അതിന് മറ്റൊന്നുമായിട്ട് ഒരു ഡിപ്പെൻഡൻസിയും ഇല്ല. എന്നാൽ ഈ തിയറി വരുമ്പോൾ സമയം എന്ന് പറയുന്നത് റിലേറ്റീവാണ്. അത് അനുഭവിക്കുന്ന ആളുടെ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഐൻസ്റ്റൈൻ്റെ റിലേറ്റിവിറ്റിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അതാണ് ടൈം ഡയലേഷൻ എന്ന് പറയുന്നത്. 2 രീതിയിലുണ്ട് ഇത്. ഗ്രാവിറ്റിയുടെ ബേസിലുള്ള ടൈം ഡയലേഷനും ഉണ്ട്, പിന്നെ സ്പീഡ് കാരണമുള്ള ടൈം ഡയലേഷനും ഉണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ടൈം ഡയലേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു ഹൈ ഗ്രാവിറ്റി അല്ലെങ്കിൽ വലിയൊരു ഗ്രാവിറ്റിയുടെ സോഴ്സിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഒരാൾക്ക് ഫീൽ ചെയ്യുന്ന സമയം അല്ലെങ്കിൽ അയാളുടെ ആ സെൻസ് ഓഫ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഗ്രാവിറ്റി കുറഞ്ഞ ഒരു വസ്തുവിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് അനുഭവപ്പെടുന്ന സമയത്തെ വെച്ച് നോക്കുന്ന സമയത്ത് കുറവായിരിക്കും, അല്ലെങ്കിൽ ആ ഡ്യൂറേഷൻ കുറവായിരിക്കും എന്നുള്ളതാണ്. ഇതേ കാര്യം തന്നെ വലിയ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു ആൾക്ക് അല്ലെങ്കിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന സമയം ഈ പറയുന്ന ഒരു റെസ്റ്റിൽ നിൽക്കുന്ന ഒരു വസ്തുവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ റിലേറ്റീവ് ടൈം എന്ന് പറയുന്നത്, ആ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇത് ഒരു സയൻസ് ഫിക്ഷൻ ആണെന്ന് നമുക്ക് ഒറ്റയടിക്ക് തോന്നാമെങ്കിലും ഇത് വെറുതെ അങ്ങനെ എഴുതി തള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഐൻസ്റ്റൈൻ പ്രെഡിക്റ്റ് ചെയ്ത ഈ ടൈം ഡയലേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ അതിന് ശേഷം നേരിട്ട് ഒബ്സർവ് ചെയ്ത ഒരു കാര്യമാണ്. ഐൻസ്റ്റൈൻ്റെ ഒരു ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത് അതാണ്. അദ്ദേഹം പണ്ട് കാലത്ത് അദ്ദേഹത്തിൻ്റെ സമയത്ത് പ്രെഡിക്റ്റ് ചെയ്ത പല കാര്യങ്ങളും അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളത് ശരിയാണെന്ന് വെരിഫൈ ചെയ്യുകയും അതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇൻ്റർസ്റ്റെല്ലാർ സിനിമ കണ്ടിട്ടുള്ള ആളുകളാണെങ്കിൽ അതിനകത്ത് മെയിനായിട്ട് അതിനകത്തുള്ള ഒരു മെയിൻ തീമാണ് ഈ ടൈം ഡയലേഷൻ എന്ന് പറയുന്നത്. അതായത് കൂപ്പർ ഭൂമിയിൽ നിന്ന് വളരെ ദൂരെയുള്ള ഒരു ബ്ലാക്ക് ഹോളിൻ്റെ അടുത്തുള്ള ഒരു പ്ലാനറ്റിലേക്ക് പോകുന്നു. അദ്ദേഹം ഒരുപാട് ദൂരം വളരെയധികം സ്പീഡിൽ സഞ്ചരിച്ചാണ് അവിടെ ചെല്ലുന്നത്. അതോടൊപ്പം തന്നെ അവിടെയുള്ള ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് വലിയൊരു ഗ്രാവിറ്റിയുടെ ഒരു സോഴ്സാണ്. അപ്പോൾ ഈ കാര്യങ്ങളുടെയൊക്കെ ഒരു എഫക്റ്റ് മൂലം അദ്ദേഹം തിരിച്ച് ഭൂമിയിലേക്ക് വരുന്ന സമയത്ത്, അദ്ദേഹം പോകുന്ന സമയത്ത് ഒരു കൊച്ചുകുട്ടിയായിരുന്ന അദ്ദേഹത്തിൻ്റെ മകൾ വളർന്ന് വലിയ ഒരാളായി, വളർന്ന് വലുതായി എന്നുള്ളത് മാത്രമല്ല അവർ മരിക്കാനുള്ള സ്റ്റേജിൽ വളരെയധികം പ്രായമായിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് ഈ ഇൻ്റർസ്റ്റെല്ലാറിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഈ കൂപ്പർ എന്ന് പറയുന്ന ആൾ അനുഭവിച്ചതാണ് ആക്ച്വലി ടൈം ഡയലേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം. അപ്പോൾ ഇതുപോലെ സിനിമകളിൽ മാത്രമുള്ളൊരു കാര്യമല്ല, ഇത് വളരെ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. GPS എന്ന് പറയുന്ന സിസ്റ്റത്തെക്കുറിച്ച് അറിയാമല്ലോ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഒരു 24 സാറ്റലൈറ്റുകളുടെ സഹായത്തോടെയാണ്. അപ്പോൾ ഈ സാറ്റലൈറ്റുകൾ വർക്ക് ചെയ്യുന്നത് ആക്ച്വലി ടൈം ഡയലേഷനെ കണക്കിലെടുത്തിട്ടാണ്. ബേസിക്കലി ഈ സാറ്റലൈറ്റ്സ് ഭൂമിയിൽ നിന്ന് വളരെയധികം ദൂരെ ഉള്ള വസ്തുക്കളാണ്. അപ്പോൾ ഭൂമിയിലുള്ള നമ്മളെപ്പോലുള്ള വസ്തുക്കളെ വെച്ച് നോക്കുമ്പോൾ ഭൂമി എന്ന ഗ്രാവിറ്റേഷണൽ സോഴ്സിൽ നിന്ന് ദൂരെയുള്ള ഈ വസ്തുക്കൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആ ഡ്യൂറേഷൻ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു വ്യത്യാസം കണക്കിലെടുത്തുകൊണ്ട് വേണം GPS എന്ന് പറയുന്നത് നമുക്ക് വഴി കാണിക്കാനും അല്ലെങ്കിൽ നമുക്ക് തരുന്ന സർവീസുകൾ തരാൻ. അപ്പോൾ എന്തിനായാലും നമുക്ക് ബാക്ക് ടു ടോപ്പിക്ക് വന്നാൽ, ടൈം ഡയലേഷൻ വരുമ്പോഴുള്ള പ്രശ്നം എന്താണ്? നേരത്തെ പറഞ്ഞ ന്യൂട്ടൻ്റെ സമയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത് ശരിയല്ലാതാവുന്നു, അല്ലെങ്കിൽ അത് പൂർണ്ണമല്ലാതാവുന്നു. കാരണം സമയം എന്ന് പറയുന്നത് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറി. ഇവിടെയാണ് ശരിക്കുള്ള കോംപ്ലിക്കേഷൻസ് തുടങ്ങുന്നത്. ഇനി ഇത് മാത്രമാണോ?
അല്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞൊരു ഭീകരനെ കണ്ടുപിടിച്ചു. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ ബേസിക്കലി സമയം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന രീതിയിലൊന്നും ഉള്ള ഒരു വസ്തുവല്ല. നമുക്കറിയാവുന്ന ഒരു സെൻസിലുള്ള ഒരു സമയം അവിടെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് സമയം എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിലൊരു ബേസിക് ഫണ്ടമെൻ്റൽ ഓപ്പറേറ്റർ അല്ല. പൊസിഷനോ മൊമെൻറ്റോ ഒന്നും പോലെ സമയം എന്ന് പറയുന്ന ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റർ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന സമയത്ത് ഇന്ന പാർട്ടുകൾ ഇന്ന സ്ഥലത്ത് പ്രത്യക്ഷമാവും എന്നുള്ള രീതിയിൽ നമുക്ക് ഇന്ന സമയം എന്നുള്ള ആ ഒരു കാൽക്കുലേഷൻ നടത്താൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വന്നപ്പോൾ പിന്നെയുമായി സമയം എന്താണെന്നുള്ളത് പിന്നെയും നമുക്കറിയാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. സമയം എന്താണ് എന്നുള്ളത് പോയിട്ട് സമയത്തിൻ്റെ ഏതെങ്കിലും ഒരു നേച്ചർ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് സമയം എന്നുള്ളത് മേ ബി ഒരു എമർജൻറ്റ് പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ഫണ്ടമെൻ്റലി ഫാബ്രിക് ഓഫ് ദ റിയാലിറ്റിയിൽ ഇല്ലാത്ത ഒരു കാര്യമായിട്ടോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഈ രണ്ട് തിയറികളും റിലേറ്റിവിറ്റിയും ക്വാണ്ടം മെക്കാനിക്സും നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തുചേർത്ത് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഒരു വിജയമായിരിക്കും. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും ഒത്തുചേർക്കുക എന്നുള്ളതാണ് ഇന്നത്തെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ക്വാണ്ടം ഗ്രാവിറ്റി എന്നൊക്കെ പറയുന്ന പുതിയൊരു തിയറി കൊണ്ടുവന്ന് ഇതിനെ സോൾവ് ചെയ്യാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും തന്നെ എംപിരിക്കലായിട്ടുള്ള ബാക്കിങ് കാര്യമായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഫിലോസഫിയിലേക്ക് വന്നാൽ സമയം എന്ന് പറയുന്നതിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ആളുകളും പല രീതിയിൽ ഫിലോസഫിയിൽ സമയത്തിനെ കാണുന്നുണ്ട്. സമയത്തിനെ സ്ട്രിക്ട്ലി മാറ്റവുമായിട്ട് ബന്ധപ്പെടുത്തി കാണുന്നത് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് വളരെയധികം സെൻസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നാം. അതായത് മാറ്റമുള്ള ഒരു യൂണിവേഴ്സിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ടാണ് ആക്ച്വലി സമയം എന്ന് പറയുന്ന ഒരു സെൻസേഷൻ നമുക്കുണ്ടാവുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ബ്ലോക്ക് യൂണിവേഴ്സ് തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. ഇത് ആക്ച്വലി കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഒരു തിയറിയാണ്. ഈ തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സമയം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ മുമ്പോട്ടുള്ള ഒരു പോക്ക് മാത്രമല്ല. നമ്മളിപ്പോൾ ഇരുന്ന് ചിന്തിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ പ്രസൻറ്റ് എന്ന് പറയുന്ന ഒരു മൊമെൻറ്റ് ഇപ്പോൾ ഉണ്ട്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് മുമ്പിൽ കിടക്കുകയാണ്, അത് വന്നിട്ടില്ല, അത് വരാൻ പോകുന്നതേ ഉള്ളൂ. പാസ്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി കഴിഞ്ഞു എന്നൊക്കെയുള്ള രീതിയിലാണല്ലോ നമ്മൾ സമയത്തെ മനസ്സിലാക്കുന്നത്. പക്ഷേ ബ്ലോക്ക് യൂണിവേഴ്സ് തിയറിയിൽ ഈ പറയുന്ന പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം തന്നെ ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നുള്ളൊരു പ്രൊപ്പോസൽ വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ എന്ന് പറയുന്ന മൊമെൻറ്റും സമയത്തിൻ്റെ മുന്നോട്ട് പോക്കും ഒക്കെ നമ്മൾ ഈ ലോകത്തെ പെർസീവ് ചെയ്യുന്നതിൻ്റെ ഒരു ലിമിറ്റേഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. ആക്ച്വലി പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം തന്നെ ഒരേ സമയത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ടൈമിൻ്റെ ഈ ഫോർവേഡ് ഫ്ലോ എല്ലാം നമ്മളുടെ വെറും ഒരു തോന്നൽ മാത്രമാണ് എന്നുള്ളതാണ്. ഈ ബ്ലോക്ക് യൂണിവേഴ്സ് തിയറി എന്ന് പറയുന്നത് റിലേറ്റിവിറ്റിയുമായിട്ട് വേണമെങ്കിൽ കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് സ്പേസ് ടൈം എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ മുന്നോട്ട് വയ്ക്കുകയും അതിൽ സ്പേസ് ടൈം എന്ന് പറയുന്ന ഒരു ഡയമെൻഷനാണ്. സ്പേസ് ടൈമിൽ എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഉണ്ട്, ഫ്യൂച്ചറും പാസ്റ്റും പ്രസൻറ്റും എല്ലാം ഉണ്ട് എന്ന് പറയുന്നതുമായിട്ട് ഇതിനെ നമുക്ക് വേണമെങ്കിൽ കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഈ ബ്ലോക്ക് യൂണിവേഴ്സ് തിയറിയെ റിലേറ്റിവിറ്റി കൈൻഡ് ഓഫ് ബാക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഇനി വേറൊരു കാര്യം, നമ്മൾ ഫിലോസഫിയിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഡിറ്റർമിനിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. എല്ലാം പ്രീ ഡിറ്റർമിൻഡ് ആണ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. ആ കോൺസെപ്റ്റുമായിട്ടും വേണമെങ്കിൽ ബ്ലോക്ക് യൂണിവേഴ്സ് തിയറി എന്ന് പറയുന്ന തിയറിയെ നമുക്ക് ചെറുതായിട്ടൊന്ന് കോറിലേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള റിലേറ്റിവിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് യൂണിവേഴ്സിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു അൺസർട്ടനിറ്റിയോ അൺപ്രെഡിക്റ്റബിലിറ്റിയോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്കൊരു ഫ്രീ വില്ലോ എന്ത് വേണം എന്ന് അപ്പോൾ അഡ്ഹോക്കായിട്ട് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു എബിലിറ്റി, അതാണ് ഫ്രീ വിൽ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു എബിലിറ്റിയോ ഒന്നും തന്നെ ഇല്ല എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ അംഗീകരിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ശരിയാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെയാണ് യൂണിവേഴ്സ് എങ്കിൽ ഇതൊക്കെ ആയിരിക്കും വസ്തുത. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും തന്നെ ആയിരിക്കണം കാര്യങ്ങൾ എന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സമയത്തെക്കുറിച്ച് കൂടുതലൊന്നും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാലും സമയത്തെക്കുറിച്ച് എന്തുമാത്രം നിങ്ങൾക്ക് അറിയില്ല അല്ലെങ്കിൽ നമുക്കറിയില്ല എന്നുള്ളതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സമയത്തെക്കുറിച്ച് ഇത്രയും നേരം സംസാരിച്ച് നിങ്ങൾ സമയം കളഞ്ഞതിന് എന്നോട് ക്ഷമിക്കൂ. നിങ്ങൾ വീഡിയോ എന്തായാലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.